ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഇന്നൊരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പനിയും പിന്നെ കോൾഡിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറി അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിലേക്കുള്ള ഫ്ലോറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് 250 ml ആണ് കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുക്കുക. ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗിൻ്റെ ഈ യെല്ലോ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല വൈറ്റ് കളർ ആവുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിതാ കണ്ടോ നല്ല വൈറ്റ് കളർ ആവുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 1/2 kg കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഫ്ലോറൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എനിക്കിതുവരെ അത് ഫ്ലോപ്പായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ കൂടുതൽ ഫ്ലോറൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ എളുപ്പം അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ രൂപത്തിൽ ചെയ്തെടുക്കുക കേട്ടോ. എഗ് മിക്സിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ടയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഫ്ലോർ മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലും സെൻറ്ററിലൊക്കെ ആയിട്ട് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്ത് കളയാൻ വേണ്ടി പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 160 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു വയർ റാക്കിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് ബേസിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ചെറി സിറപ്പാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലെയറിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ രണ്ടാമത്തെ ലെയറും ചെയ്തെടുത്തു. ഇപ്പം 3 ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതൊരു കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഇത് വീണ്ടും പുറത്തെടുത്തിട്ടുള്ളത്. മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെച്ച് കൊടുക്കണം. എന്നാൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ കോട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് ആക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റും. കേക്കിൻ്റെ മുകളിലും സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നല്ല കട്ടിയിൽ തന്നെ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്യുന്നത് ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇതിലതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ ഒരുവിധം ഞാൻ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലുള്ളൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിന് ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡിലൊക്കെ ആയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കലാണ്. ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള ഒരു റോസറ്റ നോസിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈനും കൂടെ കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറീസും കൂടെ വെച്ച് കൊടുത്തു. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ മാത്രമായിട്ട് ഇതിന് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന വെയിറ്റിൽ 112 ഗ്രാം കേക്ക് ബോർഡിൻ്റെ വെയിറ്റാണ്. അത് കുറച്ചതിന് ശേഷം കിട്ടുന്ന തൂക്കമാണ് കേക്കിനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കരുത്.
പിന്നെ വീഡിയോ 3 മിനിറ്റെങ്കിലും കണ്ടതിന് ശേഷം മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.